എൻ്റെ പേര് ഗണേഷ്. ഞാൻ ശക്തികുളങ്ങര മരിയാലം ജംഗ്ഷനിൽ ഒരു തയ്യൽ തൊഴിലാളിയാണ്. ഞാനിങ്ങനെ നിരവധി നമ്മുടെ കടയുടെ ഭാഗത്ത് വെച്ച് നിരവധി ആക്സിഡൻറ്റുകൾ, അതായത് ഒരുപാട് ആക്സിഡൻറ്റ് നടക്കാറുണ്ട്. അങ്ങനെ പലരും എടുക്കാതെ പോകുന്നത് നമ്മൾ എടുത്ത് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്തിക്കും. കൊല്ലം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. പിന്നെ നിരവധി തവണ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോഡിൽ അലിഞ്ഞിരിഞ്ഞ് നടത്തുന്നവരെ നിരവധി ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞിട്ട് ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ, ഗാന്ധി ഭവൻ്റെ ഡി അഡിക്ഷൻ സെൻ്റർ, പിന്നെ കോട്ടയം, അങ്ങനെ തിരുവനന്തപുരം പേരൂർക്കടയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എത്തിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരാൾ ഇവിടെ മാസങ്ങളായിട്ട് 1 മാസത്തോളമായി ഇയാളിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാളെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി. ചേട്ടാ ബാ ബായ് 3 ടൈം കാന 3 ടൈം ഓക്കെ സാറേ. സാറേ, ഇപ്പം തന്നെ ചില സമയത്ത് നമ്മൾ ഇവരെ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ വളരെ ഭീകര അവസ്ഥയിലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവരെ ഇതണക്ക് കുളിപ്പിച്ച് ആഹാരമൊക്കെ മേടിച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ആർജത ഉണ്ടാവും. ഇത് ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുക. ഓരോരുത്തർ കൊണ്ട് തരും, ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ട് തരും. പിന്നെ നിരവധി ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കാറുണ്ട്. സൂപ്പർ സൂപ്പർ ഓക്കെ. സാറേ, ഇവനെ ഗോവിള അഭയകേന്ദ്രത്തിൽ കൊണ്ടുപോകാം. എത്ര വർഷം കൊണ്ട് ഇത് പരിപാടി? 10-20 വർഷം കൊണ്ട് ഇതിന്റെ പരിപാടി സാറേ. ഇതാണ്ട് ഇവിടെ നമ്മളെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 300 പേരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ആശ്വാസമായി. വെങ്കടേശപ്പ, റിപ്പോർട്ടർ കണ്ണൻ നായർ, സാനവാസൻ, ഒപ്പം ഗണേഷ്.